നമുക്ക് ശീമച്ചക്ക കൂട്ടുകറി വയ്ക്കാം. നമ്മളിവിടെയൊക്കെ പറയുന്നത് ശീമച്ചക്ക എന്നാണ്, ചില കടച്ചക്ക എന്ന് പറയും. നമുക്കത് എങ്ങനെയാണ് കൂട്ടുകറി വയ്ക്കുന്നതെന്ന് ആദ്യം നോക്കാം. ശീമച്ചക്ക, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇത്രയാണ് നമുക്ക് ആദ്യം ഇത് ചെയ്യേണ്ടത്. കൂട്ടുകറി വെക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അടുപ്പ് ഗ്യാസിൽ ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. ആദ്യം ശീമച്ചക്ക വയ്ക്കാൻ വേണ്ടി എണ്ണ ഒഴിക്കുക, കൂട്ടുകറി വയ്ക്കാൻ വേണ്ടി. എണ്ണ ചൂടാകുമ്പോൾ കടുകിടുക. കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളക് ഇടുക. ശേഷം കരിവേപ്പില ഇടുക. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. സവാള ഇടുക. സവാള ഇട്ട് വഴറ്റി കൊടുക്കുക. ഇതിന് ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇത് ശീമച്ചക്ക ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ വഴറ്റുക. വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ച് ആവിയിൽ വെച്ച് വേവിക്കുക. മൂടി വെച്ച് ആവിയിൽ വെച്ച് വേവിക്കുക. വീണ്ടും ഒരിക്കൽ കൂടെ ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക.
നമ്മളത് നല്ല ഇത് വേവാറാകുമ്പോൾ മാത്രം ചൂടുവെള്ളം ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതും കൂടെ ആകുമ്പോൾ നല്ല വെന്ത് വരും. നല്ല വെന്തിട്ടുണ്ട്. ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം. കൂട്ടുകറിയാകുമ്പോൾ ഒരുപാട് എരിവ് വേണ്ടല്ലോ. കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഞാൻ വറുത്ത് പൊടിച്ചതാണ് ഗരം മസാലപ്പൊടി. എല്ലാം കൂടെ ഇട്ട് വഴറ്റണം. ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. ശേഷം നല്ലപോലെ തിളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഇതാ നല്ലപോലെ തിളച്ചാണ് നോക്കാം. അതിന് ശേഷം തേങ്ങാപ്പാൽ ഞാൻ കോക്കനട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ ചൂടുവെള്ളത്തിൽ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലൊഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ, തേങ്ങാപ്പാൽ കോക്കനട്ടിൻ്റെ പൊടി ഉള്ളത് കൊണ്ട് എടുത്തില്ലേ. അത് തിളച്ച് വിടാം. നല്ലതായിട്ട് അത് ചൂടായി വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക, ഗ്യാസ് ഓഫ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. ചീമച്ചക്ക കൂട്ടുകാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ബൈ. ഇതാണ് എൻ്റെ കുറുമക്കറിയല്ല, എൻ്റെ കൂട്ടുകറി, ചീമച്ചക്ക കൂട്ടുകറി ഇതാണ്. അപ്പം നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയുമായി ബൈ ബൈ.